എല്ലാവർക്കും നമസ്കാരം. മൈ സ്റ്റാറിലേക്ക് സ്വാഗതം. തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂലൈ 2024 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വാട്സപ്പ് നമ്പർ വഴി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂലൈ 2024 തിരുവാതിര നക്ഷത്രക്കാർക്ക് എങ്ങനെയാണ് എന്ന് നോക്കാം. Six of Pentacles, Emperor energy, Strength card, Eight of Swords, Empress energy, നിങ്ങളുടെ മെയിൻ. ഓക്കെ, Two of Pentacles. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒത്തിരി ഐശ്വര്യം, സമ്പൂർണമായിട്ടുള്ള സാഹചര്യമാണ്. തടസ്സങ്ങളൊക്കെ നീങ്ങിയിട്ടുള്ളൊരു മാസമായിരിക്കും ഈ ഒരു മാസം എന്ന് പറയാം. ആദ്യം തന്നെ പറയുകയാണെങ്കിൽ 6 ഓഫ് പെൻഡക്കിൾസ് എനർജിയാണ് ഈ ഒരു എനർജി. 6 ഓഫ് പെൻഡക്കിൾസ് എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലുള്ള പല കാര്യങ്ങളിലും അപ്രതീക്ഷിതമായിട്ട് ജീവിതത്തിൽ പലപ്പോഴും തടസ്സങ്ങൾ കയറി വന്നിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ട് ഒരു ഭാഗ്യം വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു ഒഴുക്ക് ഉണ്ടാകുന്നുണ്ട്. അത് രണ്ട് സൈഡിലേക്കുമുള്ള ഒഴുക്ക്. അപ്പോൾ നിങ്ങളിലേക്ക് സമ്പത്ത് നിങ്ങളെ തേടി എത്തുന്നതോടൊപ്പം തന്നെ അത് മറ്റുള്ളവരിലേക്കും പോകുന്നു. അതായത് നിങ്ങൾ നല്ല രീതിയിൽ ധനലാഭം ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു അവസരവും നിങ്ങൾക്ക് വരുന്നുണ്ട്. അപ്പോൾ നല്ല പേഷ്യൻ്റായിട്ട് ക്ഷമയോട് കൂടിയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ളൊരു അറിവും വിവേകവും ഒക്കെ നിങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്. അതേപോലെ തന്നെ പല കാര്യങ്ങൾ കർമ്മഫലം നിങ്ങൾ അനുഭവിക്കുന്ന ഒരു സാഹചര്യമാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടേണ്ടുന്ന, അതായത് പാരമ്പര്യമായിട്ട് കിട്ടേണ്ടുന്ന സ്വത്ത് വകകൾ നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. പലപ്പോഴും നമ്മളുടേതായിട്ട് പല കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടേണ്ടുന്ന സ്വത്ത് പ്രശ്നങ്ങൾ എന്തൊക്കെ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ വീട്ടിലെ കുടുംബത്തിൽ ചിലപ്പോൾ സഹോദരങ്ങൾ തമ്മിലോ ബന്ധുക്കൾ തമ്മിലോ ഒക്കെ എന്ത് സ്വത്ത് വകകളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ ഒത്തുതീർപ്പാക്കി ഭാഗം വയ്ക്കലും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നതിന് ഒരു സാഹചര്യമുണ്ട്. നിങ്ങൾക്ക് കിട്ടേണ്ട ഭാഗം നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളത് ചുരുക്കം അതാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ചില ആളുകൾ നിങ്ങളുടെ ഫാമിലിയിൽ പ്രശ്നങ്ങൾ, അതായത് സ്വത്ത് തർക്കവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ആളുകൾ അകന്നു നിൽക്കുന്ന, അതായത് വഴക്കും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് ബന്ധുക്കൾ തമ്മിൽ, എങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ മാറി ഒതുക്കി തീർത്ത് നിങ്ങൾ നല്ല രമ്യതയിൽ മുന്നോട്ടേക്ക് പോകുന്നതിനുള്ള ഒരു അവസരം ഈ ഒരു മാസത്തിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അതേപോലെ നെക്സ്റ്റ് വന്നിട്ട് എംപറർ എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സാഹചര്യം. അതായത് നിങ്ങളുടെ ഉള്ളിൽ വളരെയധികം പോസിറ്റിവിറ്റി നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമെന്ന് പറയാം. പോസിറ്റിവിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി നിങ്ങൾ വളരെ ഉയർന്ന പൊസിഷനിലേക്ക് പോകാൻ സാധ്യത. അപ്പോൾ നിങ്ങൾ ഒരു മാനേജറൽ പൊസിഷനിലേക്കൊക്കെ എത്താനുള്ള സാഹചര്യമുണ്ട്. നിങ്ങൾക്ക് അതിനനുസരിച്ച് ഇപ്പോൾ എക്സ്പീരിയൻസ് ഉണ്ട്, കാര്യങ്ങൾ ഒന്നും ഇതുവരെ നടന്നിട്ടില്ല, കുറച്ച് നാളായിട്ട് ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു മാസം അതിനുള്ള സാഹചര്യം വരുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ജോലിയിൽ ശ്രദ്ധിക്കുക, വേണ്ട കാര്യങ്ങൾ കൃത്യതയോട് കൂടിയിട്ട് ചെയ്യുകയും മറ്റും ചെയ്യുക. കാരണം കുറച്ച് നാളുകളായിട്ട് നിങ്ങൾ ആഗ്രഹിച്ച പൊസിഷനൊന്നും കിട്ടാത്തത് കൊണ്ട് നിങ്ങൾ ജോലിയിൽ ഒരു ശ്രദ്ധയൊന്നും അധികം കൊടുക്കുന്നുണ്ടാവില്ല. പക്ഷെ ഈ ഒരു മാസം ശ്രദ്ധിക്കുക, നിങ്ങൾക്കുള്ള സാധ്യതകൾ ഉള്ളത് കൊണ്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് തെറ്റുകുറ്റങ്ങൾ വരാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പൊളിറ്റിക്സ്, രാഷ്ട്രീയപരമായിട്ട് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് രാഷ്ട്രീയത്തിൽ ഒരു ഉന്നത സ്ഥാനത്തേക്ക് പോകാനുള്ള ഒരു അവസരമാണ്. ഒരു അതോറിറ്റി, ഒരു ആധികാരികത നിങ്ങളിലേക്ക് കൈവരുന്നു എന്നുള്ളതാണ്. ഈ ഒരു ആധികാരികത എന്ന് പറയുമ്പോൾ അത് സ്ത്രീകളായാലും പുരുഷന്മാരായാലും നിങ്ങൾക്ക് ആ ഒരു പൊസിഷൻ കിട്ടുകയാണ്. ചില ആളുകളെ സംബന്ധിച്ച് ഇപ്പോൾ ജോലി ചെയ്യാത്തവരാണെങ്കിലും ആധികാരികത നിങ്ങളിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ കുടുംബത്തിലായിരിക്കും. ഇതുവരെ കുടുംബത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കി ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരുന്ന ഒരു വ്യക്തി ചിലപ്പോൾ ഒരുപക്ഷെ ആ വ്യക്തി ഇപ്പോഴില്ലാത്തതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ആ ഒരു അധികാരം കൈമാറുന്നതാവാം, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും സംഘടനയോടോ മറ്റു ഭാഗമായിട്ട് NGOയുടെയൊക്കെ ഭാഗമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ അതിലേക്ക് വരുന്നതാവാം. അതേപോലെ
വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഇപ്പോൾ കുട്ടികൾക്ക് പൊതുവെ കുട്ടികളുടെ അഭിപ്രായങ്ങൾ പറയാനും ഒന്നും അതിനൊന്നും സമ്മതിക്കാത്ത തരത്തിലുള്ള ഒരു പാരന്റിങ് ഒരു അന്തരീക്ഷമാണ് വീട്ടിലെങ്കിൽ പാരന്റ്സ് നിങ്ങളുടെ അച്ഛനമ്മമാർ കുറച്ചും കൂടി കുട്ടികളുടെ അവകാശങ്ങൾ അല്ലെങ്കിൽ കുട്ടികളുടെ ആഗ്രഹങ്ങൾക്ക് ചെവികൊള്ളുക അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ നിങ്ങൾ 18 വയസ്സിൽ താഴെയുള്ളവരാണെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾ കുറച്ചുകൂടി നിങ്ങൾ പറയുന്നത് കേൾക്കാനോ നിങ്ങളെ മനസ്സിലാക്കാനോ ഒക്കെ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ഒരു ആധികാരികമായിട്ട് കാര്യങ്ങൾ പറയാനും പ്രവർത്തിക്കാനുള്ള സാഹചര്യം വരുന്നുണ്ടെങ്കിൽ പോലും പലരും ആ ഒരു സക്സസ്, ആ വിജയം തലയ്ക്ക് പിടിച്ചിട്ടുള്ള ഒരു സാഹചര്യമല്ല, മറിച്ച് നിങ്ങളിലേക്ക് ആ ഒരു അധികാരം വരുമ്പോൾ നല്ല രീതിയിൽ വിനിയോഗിക്കുന്നത് കൊണ്ട് തന്നെ പലരാലും പ്രശംസിക്കപ്പെടാനുള്ള ജോലിയിലാണെങ്കിലും കുടുംബ അന്തരീക്ഷത്തിലാണെങ്കിലും ഒത്തിരി പേര് സന്തോഷിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ഈ ഒരു പൊസിഷനിലേക്ക് വരുന്നത് എന്നുള്ളത്. ഓക്കെ, അതേപോലെ തന്നെ സ്ട്രെങ്ത് കാർഡാണ്. അപ്പോൾ പലരും നിങ്ങളെ, അതായത് ഏതൊരു കാര്യത്തിനും പെട്ടെന്ന് സങ്കടം വരുന്ന അല്ലെങ്കിൽ നിങ്ങളെ കൊച്ചാക്കി കണ്ടിട്ടുണ്ടാവാം, നിങ്ങളുടെ കഴിവുകളിൽ കൊച്ചാക്കി കണ്ടിട്ടുണ്ടാവാം. കാരണം നിങ്ങൾക്ക് എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനുള്ള കഴിവില്ല എന്നൊക്കെ ഇതിനു മുമ്പ് പലരും പറഞ്ഞിട്ടുണ്ടാവും. കാരണം നിങ്ങൾ വളരെ വികാരധീനരായിരിക്കും, പെട്ടെന്ന് സങ്കടം വരുന്ന ഒരു വ്യക്തി ആയിരിക്കാം. പക്ഷേ പെട്ടെന്ന് സങ്കടം വരുന്നു എന്നതിനർത്ഥം നിങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ നിങ്ങൾ പല കാര്യങ്ങളിലും പുറകോട്ടേക്കാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഭയത്തെ അതിജീവിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയില്ല, നിങ്ങൾക്ക് ധൈര്യമായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, അല്ലെങ്കിൽ ചില അധികാര സ്ഥാനങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്ത മറ്റുള്ളവരിലുണ്ടെങ്കിൽ അതൊക്കെ ആ ചിന്തയൊക്കെ നിങ്ങൾ മാറ്റിക്കൊടുക്കുകയാണ്. അതായത് എന്തെങ്കിലും ഒരു ഡിസ്പ്യൂട്ടോ കാര്യങ്ങളോ ഒക്കെ കുടുംബ അന്തരീക്ഷത്തിലോ ജോലിയിലൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യമൊക്കെ വരുമ്പോൾ നിങ്ങൾ അതിനുള്ള ധൈര്യം കാണിച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുക. കാര്യങ്ങൾ വ്യക്തമായിട്ടൊരു അഡ്വക്കേറ്റിന്റെ എന്താ പറയുക, തർക്കശാസ്ത്രത്തിൽ വിജയിച്ച് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നുണ്ട്. അതായത് നിങ്ങളുടെ ഭാഗത്താണ് ന്യായമെങ്കിൽ അത് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യുന്നത് വളരെ അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങളത് നല്ല രീതിയിൽ സംസാരിക്കാൻ ആയിട്ട് ആളുകൾക്ക് പറ്റണം. അറിവുണ്ടായിട്ട് മാത്രം കാര്യമില്ല, അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ നല്ല രീതിയിൽ പറ്റുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വാക്കുകൾക്ക് വളരെയധികം പവർ ഉള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും സാഹചര്യങ്ങൾക്ക് വരികയാണെങ്കിൽ അത് പറഞ്ഞു ജയിക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ട്. അത് ആ ഒരു ന്യായത്തിന്റെ ചുവട് പിടിച്ചിട്ട് നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞ് വിജയിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ 8 ഓഫ് സോർട്സ് എനർജിയാണ്. ഈ ഒരു സാഹചര്യം പറയുകയാണെങ്കിൽ പലപ്പോഴും നമ്മൾ ഈ ഒരു എനർജിയിൽ നിങ്ങളുടെ ഉള്ളിൽ പല കാര്യങ്ങളും പല ഡിസഗ്രിമെന്റ്സ് ഒക്കെ ഉണ്ടാവും. പലപ്പോഴും നിങ്ങളത് ഒളിച്ചു വെക്കുകയാണ്, മറച്ചു വെക്കുകയാണ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒത്തിരി ഫ്രസ്ട്രേഷനാണ്, കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാൻ പറ്റാത്തതിന്റെ പേരിൽ. ഇവിടെ നിങ്ങൾ ഒന്നുകൂടി കാര്യങ്ങൾ ഒന്ന് സെന്റേർഡ് ആവുകയാണ്. കാര്യങ്ങൾ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ കണ്ണടച്ച് പിടിച്ച്, അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് ഒരു അടിയാളനെ പോലെ കേട്ടു നിൽക്കുന്ന ഒരു സാഹചര്യമല്ല, മറിച്ച് അവർ പറയുന്നിടത്ത് തെറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാനും നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അത് തുറന്നു പറയാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് ആണ് കാണിക്കുന്നത്. അതേപോലെ ചില ആളുകൾ നമ്മൾ പറയും ചെകുത്താനും കടലിൽ നടുക്കാണ് എന്നുള്ളത്. അപ്പൊ അതിന്റെ ഇടയിൽ പെട്ടിട്ട് എന്ത് തീരുമാനമെടുക്കണം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ അതൊരു തീരുമാനം എടുത്തേ മതിയാകൂ. പല സമയങ്ങളിലും നിങ്ങൾ ആ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ കൂടിയും ന്യായത്തിന്റെ ഭാഗത്താണ് തീരുമാനം. അത് നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ ഏതെങ്കിലും ഒരു സുഹൃത്തോ മറ്റാരെങ്കിലും നിങ്ങൾക്ക് കുറച്ച് താല്പര്യമുള്ള വ്യക്തിയായിരിക്കും എതിർഭാഗത്ത് നിൽക്കുന്നതെങ്കിൽ കൂടിയും ന്യായം എന്താണോ അതിനനുസരിച്ചിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് നിങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ എംബ്രസ് എനർജിയാണ്. വളരെയധികം പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് കൊണ്ടുവരുന്ന ഒരു സാഹചര്യം. ചില ആളുകൾ പ്രഗ്നൻസി സിറ്റുവേഷൻ ആണ്. ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് പ്രഗ്നന്റ് ആവാൻ ശ്രമിക്കുന്നവരാണ്. സിറ്റുവേഷൻസ് ഒന്നും റെഡി ആയിട്ടില്ല എങ്കിൽ നിങ്ങളിലേക്ക് ആ ഒരു പ്രഗ്നൻസി സിറ്റുവേഷൻ എന്നുള്ള രീതിയിലാണ് അത്. അതേപോലെ തന്നെ പലരെ സംബന്ധിച്ച് ഇത് പറയാൻ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ വിദേശത്തൊക്കെ മക്കളിൽ നിന്ന് മാറി നിൽക്കുന്ന പാരന്റ്സ് അച്ഛനമ്മമാരാണ് എങ്കിൽ നിങ്ങൾക്ക് മക്കളോട് ഒത്തുചേരാനുള്ള അവസരം വരുന്നുണ്ട് ഈ ഒരു മാസത്തിൽ. അപ്പോൾ മക്കളെ വിദേശത്തേക്ക് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ നാട്ടിൽ തിരിച്ചു വന്ന് സെറ്റിൽ ആവാനോ അങ്ങനെയൊക്കെ ഉള്ള ഒരു അവസരം നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്.
അപ്പോൾ ലവ്, കെയർ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിട്ട്, കൊടുക്കാനും കിട്ടാനും. പലപ്പോഴും നമ്മൾ പലരെയും നിങ്ങൾ സ്നേഹിക്കുക, അവരുടെ കാര്യങ്ങൾ നോക്കുക, കെയർ ചെയ്യുക, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇതൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു കെയർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരികയാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു സ്നേഹവും സംതൃപ്തിയും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. ചില ആളുകൾ പ്രഗ്നൻസി വഴിയാണ് സൂചിപ്പിക്കുന്നത്. മറ്റു ചിലരിൽ നിങ്ങളുടെ മാതാപിതാക്കളുമായിട്ട് നിങ്ങൾക്ക് നല്ലൊരു ബന്ധമല്ല എങ്കിൽ അങ്ങനെ ഒരു നല്ല ബന്ധം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഒരേ സമയം തന്നെ ആ ഒരു ഒരു മദർഹുഡ് അല്ലെങ്കിൽ ഒരു മമത, മറ്റുള്ളവരോടുള്ള സ്നേഹപ്രകടനങ്ങളും തിരിച്ചതുപോലുള്ള സാഹചര്യങ്ങളും ഒരു വളരെ മിതമായിട്ടുള്ള വികാരങ്ങൾ, സ്നേഹവും സഹാനുഭൂതിയും ഒക്കെ കാണിക്കുമ്പോൾ തന്നെ അതേസമയം തന്നെ അധികാരം കാണിക്കേണ്ടടുത്ത് അധികാരവും കാണിക്കുന്നു എന്നുള്ളത് എംപറർ ആൻഡ് എംപ്രസ് എനർജിയും ഫെമിനൈൻ ആൻഡ് മെസ്കുലൈൻ നമ്മൾ പറയും. രണ്ട് തലത്തിലും നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. ടു ഓഫ് പെൻഡക്കിൾസ് എനർജിയാണ്. ടു ഓഫ് പെൻഡക്കിൾസ് എനർജി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ജോലി സംബന്ധമായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ ജോലിയിലെ സാധ്യതകൾ, അതായത് നിങ്ങൾ മറ്റ് തലത്തിൽ, ഇത് ജോലി എന്നുള്ളത് മാത്രമല്ല, മറ്റു തരത്തിൽ ബിസിനസ്സോ ഷെയർ ട്രേഡിങ്ങോ അതുപോലെ എന്തെങ്കിലും സൈഡായിട്ടൊരു ബിസിനസ് നിങ്ങൾ തുടങ്ങിയിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. ബിസിനസ് പാർട്ട്ണർഷിപ്പിനുള്ള സാധ്യത. ചില ആളുകൾ ജോലിയിൽ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ജോലി നിർത്തി പൂർണ്ണമായിട്ടും ബിസിനസ്സിലേക്ക് കടക്കുന്നതായിട്ടുള്ള ഒരു സൂചനയും കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ബിസിനസ് സാധ്യത കൂടുതലാണ്. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങളായിട്ട് ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നില്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനി മെർജ് ചെയ്യുന്നുണ്ടാവും, രണ്ട് കമ്പനികൾ ചേർന്ന് വേറെ ഏതെങ്കിലും കമ്പനി അതേപോലെ ഒക്കെ ഉള്ളൊരു സാഹചര്യം കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ എനർജിയുമുണ്ട്. ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അതിലേക്ക് ഇറങ്ങാൻ പറ്റിയ സമയം കൂടിയിട്ടാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നു. വിദ്യാർത്ഥികളാണെങ്കിൽ കൂടിയും നിങ്ങൾ ബിസിനസ് സ്വന്തമായിട്ട് അധ്വാനിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാശ് ഉണ്ടാക്കാനുള്ള ഒരു അവസരവും നിങ്ങൾക്ക് വരുന്നുണ്ട്. ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നതായിട്ടും സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.